iPlusന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ HST സൈക്കോളജി പഠിക്കുന്ന സമയത്ത് അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. അപ്പോൾ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ മൊഡ്യൂളിൽ HST എക്സാമിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ഡാഷ്. സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലേതാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ത്രെഷോൾഡ്, ഓപ്ഷൻ ബി സെൻസറി അഡാപ്റ്റേഷൻ, സി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് ഡി പെർസെപ്ച്വൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ പെർസെപ്ച്വൽ കൺസിസ്റ്റൻസി. എന്താണ് ഇതിലെ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്? സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം സെൻസേഷൻ പെർസെപ്ഷൻ മൊഡ്യൂളിൽ വളരെ ആപ്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലേതായിരിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം, ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. അപ്പോൾ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അൺസർട്ടനിറ്റിയിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. അബ്സല്യൂട്ട് ത്രെഷോൾഡ് പോലത്തെ വളരെ റിജിഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ റിജക്റ്റ് ചെയ്ത് വന്നൊരു മോഡലാണ് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഒരു സിഗ്നൽ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സ്. അതിൽ നമുക്കറിയാം ഹിറ്റ് എന്താണെന്ന് അറിയാം, മിസ് എന്താണെന്ന് അറിയാം, അതേപോലെ ഫാൾസ് അലാറം വരുന്നത്, കറക്റ്റ് റിജക്ഷൻ വരുന്നതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നല്ലേ. ആ സിഗ്നൽ ഡിറ്റക്ഷൻ്റെ ബേസിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും അല്ലെങ്കിൽ ഒരു കർവ് വരയ്ക്കും. എന്തായിരുന്നു ആ കർവിൻ്റെ പേര്? ROC കർവ്. അപ്പോൾ എന്താണ് അൺസർട്ടനിറ്റിയുടെ ബേസിസിൽ നമ്മൾ അൺസർട്ടനിറ്റി ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇത് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി. സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി റിജക്റ്റ് ചെയ്തൊരു കോൺസെപ്റ്റ് ഏതാണ് എന്ന് ചോദിക്കാം. അത് അബ്സല്യൂട്ട് ത്രെഷോൾഡ് ആണ്. ഇപ്പോൾ അബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഏറ്റവും ചെറിയ എമൗണ്ട് ഓഫ് സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റി ആണല്ലേ. അപ്പോൾ വളരെ റിജിഡ് ആണ് ആ കോൺസെപ്റ്റ്. ബിലോ ദാറ്റ് ത്രെഷോൾഡ് വാട്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് ത്രെഷോൾഡ് പോലത്തെ വളരെ റിജിഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ റിജക്റ്റ് ചെയ്തുകൊണ്ട് അൺസർട്ടനിറ്റിയിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കും എന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വിഷ്വൽ ഇല്യൂഷൻസ് ആർ ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ വിച്ച് അപ്രോച്ച്? വിഷ്വൽ ഇല്യൂഷൻസ് ഇതിൽ ഏതാണ് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒന്ന് സ്ട്രക്ചറലിസം, ബിഹേവിയറിസം, ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്ഷൻ ആൻഡ് ഡി ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഏതായിരിക്കും വിഷ്വൽ ഇല്യൂഷൻസ് നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. വിഷ്വൽ ഇല്യൂഷൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം വിഷ്വൽ ഇല്യൂഷൻ നമ്മൾ കാണുന്ന സാധനങ്ങളിൽ ഇല്യൂഷൻസ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് അനലൈസ് ചെയ്താലോ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം എന്താണ്? ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ആണല്ലേ. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എലമെന്റ്സ് ആയി കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എലമെന്റ്സ് ആയി മനസ്സിലാക്കുന്ന വില്യം വൂണ്ടിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സ്ട്രക്ചറലിസം എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരായിരുന്നു? ടിച്ച്നർ ആണല്ലേ. ടിച്ച്നർ ആണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു ടെർമിനോളജി കോയിൻ ചെയ്തത്. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ആണ്. അത് കൊണ്ടുവന്നത് വില്യം വൂണ്ടാണ്. ആ ടെർമിനോളജി കൊണ്ടുവന്നത് ടിച്ച്നർ ആണ്. സ്ട്രക്ചറലിസത്തിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇൻട്രോസ്പെക്ഷൻ ആണ്. അപ്പോൾ സ്ട്രക്ചറലിസം അല്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ദെൻ ബിഹേവിയറിസം. ബിഹേവിയറിസം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലും ഒപ്പറന്റ് കണ്ടീഷനിങ്ങിലും ഒക്കെ പഠിക്കുന്ന ലേണിംഗ് പെർസ്പെക്റ്റീവ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഓവേർഡ് ബിഹേവിയേഴ്സിനെ പറ്റി പഠിച്ചു വന്നൊരു ഫീൽഡാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത് അല്ലെ. ജോൺ ബി വാട്സന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിഷ്വൽ ഇല്യൂഷൻ ഈസ് നോട്ട് റിലേറ്റഡ് ടു ബിഹേവിയറിസം. അപ്പോൾ ആൻസർ ഏതാ വന്നത്? ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ഷൻ ആണ്. നമുക്കറിയാം ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴേ കോഫ്ക, കൊഹ്ലർ, വെത്തൈമർ ഇവരുടെ 3 പേരുടെ പേരാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ. വിഷ്വൽ നമ്മൾ എങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു, അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി വന്നൊരു പ്രിൻസിപ്പിൾ ആണ് ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾ. ജസ്റ്റാൾഡ് പ്രിൻസിപ്പിളിൽ ഒരു കീ പോയിന്റ് ഉണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ
സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അപ്പോൾ ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് വിഷ്വൽ ഇല്യൂഷനെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഡി എന്ന് പറയുന്നത് ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അല്ലേ. ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കറിയാം ഇവാൻ പി പാവ്ലോയുടെ കോൺസെപ്റ്റ് ആണ്, കണ്ടീഷനിങ് പ്രോസസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേണിംഗ് മൊഡ്യൂളിൽ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിഷ്വൽ ഇല്യൂഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ മേജർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പെർസെപ്ച്വൽ ഇല്യൂഷൻ ഈസ് ഫൗണ്ട് ഇൻ. ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, നമ്മുടെ പെർസെപ്ച്വൽ ഇല്യൂഷൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എ വരുന്നത് ഡ്രീം അനാലിസിസ് ആണ്, ബി ട്രാഫിക് സിഗ്നൽ ഡിസൈൻ ആണ്, സി ഇൻ്റലിജൻസ് ടെസ്റ്റിംഗ് ആൻഡ് ഡി പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. എല്ലാം കൺഫ്യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് അല്ലേ. ആ ക്വസ്റ്റ്യനിലുള്ളത് പെർസെപ്ച്വൽ ഇല്യൂഷനും. ഏതായിരിക്കും ഉത്തരം? നമുക്ക് ഒന്നാമത്തെ തന്നെ അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ അനലൈസ് ചെയ്താൽ ഡ്രീം അനാലിസിസ് ആരുടെ കോൺസെപ്റ്റ് ആണ്? നമ്മുടെ ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് ആണ് അല്ലേ ഡ്രീം അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫ്രോയിഡ് യൂസ് ചെയ്തൊരു ടെക്നിക്കാണ് ഡ്രീം അനാലിസിസ്. നമ്മൾ പേഴ്സണാലിറ്റി മൊഡ്യൂൾ പഠിച്ചപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ അടുത്തൊരു ഓപ്ഷൻ ട്രാഫിക് സൈൻ ഡിസൈൻസ് ആണ്. ആയിരിക്കുമോ? ട്രാഫിക് ആയിരിക്കുമോ? നമുക്ക് അതവിടെ നിൽക്കട്ടെ. ഇൻ്റലിജൻസ് ടെസ്റ്റിംഗ് നമുക്കറിയാം സൈമൺ ബിനെറ്റ് ഇൻ്റലിജൻസിനെ പല രീതിയിൽ മെഷർ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. മേ ബി അതായിരിക്കുമോ പെർസെപ്ച്വൽ ഇല്യൂഷനെ പറ്റി പറയുന്നത്? ആൻഡ് ഡി പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റും അതേപോലെ തന്നെ പെർസെപ്ച്വൽ ഇല്യൂഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ. ബി ആണ്, ട്രാഫിക് സൈൻ ഡിസൈൻസ് ആണ്. നമുക്കറിയാം പെർസെപ്ച്വൽ ഇല്യൂഷൻ്റെ ഒരു പ്രോ ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി നമ്മുടെ ട്രാഫിക് സൈൻ ഡിസൈൻസ് എന്നൊക്കെ പറയുന്നത്. പല രീതിയിലുള്ള സിമ്പിൾസ്, പല രീതിയിലുള്ള ഇല്യൂഷൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ഷൻസ് വരാനായാലും കറക്റ്റായി ഡയറക്ഷൻ പറഞ്ഞു തരാനായാലും എല്ലാം നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? പലതരത്തിലുള്ള പെർസെപ്ച്വൽ ഇല്യൂഷൻസ് നമ്മുടെ ട്രാഫിക് മേഖലയിൽ, നമ്മുടെ റോഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ആൻസർ എന്താണ്? ട്രാഫിക് സൈൻ ഡിസൈൻസ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് തിയറി എക്സ്പ്ലെയിൻ കളർ വിഷൻ ബൈ പ്രപ്പോസിങ് 3 types ഓഫ് കോൺസ് ഇൻ റെറ്റിന? നമുക്കറിയാം നമ്മുടെ ഐയിൽ റെറ്റിന ഉണ്ട്. റെറ്റിനയിൽ എന്തുണ്ട്? ഫോട്ടോ റെസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഫോട്ടോ റെസപ്റ്റേഴ്സ് 3 തരത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ ഫോട്ടോ റെസപ്റ്റേഴ്സ് കോൺസും റോഡ്സും ഉണ്ട്. അതിൽ കോൺസ് 3 തരത്തിലുണ്ട് എന്ന് പറയുന്നത് ഇതിലേത് തിയറി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് പ്രോസസ്സിംഗ് തിയറി, ഓപ്ഷൻ ബി ട്രൈക്കോമാറ്റിക് തിയറി, ഓപ്ഷൻ സി ഫീച്ചർ ഇന്റഗ്രേഷൻ തിയറി ആൻഡ് ഓപ്ഷൻ ഡി സെൻസറി അഡാപ്റ്റേഷൻ. ഏതായിരിക്കും? വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ യു ജിയിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയൊരു പോർഷനാണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ട്രൈക്കോമാറ്റിക് തിയറി. എന്താണ് ഈ തിയറിയിൽ പറയുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഐയുടെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം അല്ലേ. ഐ ഉണ്ട്, ഐയിൽ നമുക്കറിയാം നമ്മുടെ കണ്ണിലേക്ക് എന്താണ് ലൈറ്റ് റേസ് വീഴാറുണ്ട്. ഈ ലൈറ്റ് റേസ് വീഴുന്നത് നമ്മുടെ റെറ്റിനയിലേക്കാണ് പോകുന്നത്. റെറ്റിനയിൽ ഫോട്ടോ റെസപ്റ്റേഴ്സ് ഉണ്ട്. 2 തരത്തിലാണ് ഫോട്ടോ റെസപ്റ്റേഴ്സ് ഉള്ളത്. കോൺസ് ഉണ്ട്, റോഡ്സ് ഉണ്ട്. റോഡ്സ് എന്ന് പറയുന്നത് നൈറ്റ് വിഷന് സഹായിക്കുന്ന, പെരിഫറൽ വിഷന് സഹായിക്കുന്നവരാണ് റോഡ്സ്. കോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കളർ വിഷന് സഹായിക്കുന്ന, നമ്മൾ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും കളർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് കോൺസ് ആണ്. ട്രൈക്കോമാറ്റിക് തിയറിയിൽ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മൾ കണ്ണിൽ 3 തരത്തിലുള്ള കോൺസെൽസ് ഉണ്ട്. ഈ 3 കോൺസെൽസും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് വിഷൻ പോസിബിൾ ആവുന്നത് എന്നാണ് ട്രൈക്കോമാറ്റിക് തിയറി പറയുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് ട്രൈക്കോമാറ്റിക് തിയറിയും. അതേപോലെ തന്നെയാണ് ഓപ്പൺ ആൻഡ് പ്രോസസ്സിംഗ് തിയറിയും. ഓപ്പൺ ആൻഡ് പെയേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചില കളേഴ്സ് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന മോഡലാണ് ഓപ്പൺ ആൻഡ് പ്രോസസ്സിംഗ് തിയറി. നമ്മൾ അതും ഡിസ്കസ് ചെയ്തിരുന്നു. ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറി പറയുന്നത് എന്താണ്? നമ്മൾ ഫീച്ചേഴ്സിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഒരു പ്രീ അറ്റൻറ്റീവ് സ്റ്റേജ് ഉണ്ട്, അറ്റൻറ്റീവ് സ്റ്റേജ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രീ അറ്റൻറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു അല്ലേ, ജസ്റ്റ് ഒന്ന് കാണുന്നു. അതേസമയം അറ്റൻറ്റീവിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഡീപ്പായിട്ട് ആ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഫീച്ചർ ഇൻ്റഗ്രേഷൻ തിയറി, അതേപോലെ ട്രൈക്കോമാറ്റിക് തിയറി, ഓപ്പൺ ആൻഡ് പ്രോസസ്സിംഗ് തിയറി, സെൻസറി അഡാപ്റ്റേഷൻ തിയറി ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അടുത്തൊരു എന്താണ്
അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? അറ്റൻഷൻ റിലേറ്റഡ് ആയിട്ടൊരു ഏരിയ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അറ്റൻഷൻ മോഡൽസിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക്